കായിക നിരീക്ഷകൻ ശ്രീകുമാരൻ നായർ നമ്മളൊപ്പം ചേരുന്നു. സ്വാഗതം ചേട്ടാ. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞത് അർജൻറ്റീനയ്ക്ക് ഒരു മുൻതൂക്കമെന്നാണ്. പക്ഷേ ആ മുൻതൂക്കത്തെ മറികടന്നുകൊണ്ട് സ്പെയിൻ കിരീടം നേടിയിരിക്കുന്നു. നമുക്കറിയാം ഇന്നലെ കളി കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചെന്ന്. പക്ഷേ ഒരുപക്ഷെ കണ്ടിട്ട് പോയവർക്കോ അല്ലെങ്കിൽ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിൻ തന്നെയാണ് രാജാക്കന്മാർ. തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം, ഇന്നലത്തെ കളിയുടെ സ്റ്റാറ്റ്സ് നമ്മളൊന്ന് പരിശോധിച്ചാൽ 20 തവണ ഗോൾമുഖം ആക്രമിച്ചത് സ്പെയിനാണ്. അർജൻറ്റീനയ്ക്ക് 3 തവണ മാത്രം. അതും ആദ്യത്തെ ഒരു 106 മിനിറ്റ് വരെ ഒരു പ്രാവശ്യം പോലും അർജൻറ്റീന ഈ ഗോൾമുഖത്തേക്ക് എത്താൻ പോലും കഴിഞ്ഞില്ല. സ്പെയിനിൻ്റെ തന്ത്രം അല്ലെങ്കിൽ ഹുന്തയുടെ തന്ത്രം എന്തായിരുന്നു എന്ന് കഴിഞ്ഞാൽ മെസ്സിക്ക് വരുന്ന വഴി അടയ്ക്കുക. അതായിരുന്നു ഹുന്തയുടെ തന്ത്രം. മെസ്സിയെ പൂട്ടുകയല്ല, മെസ്സിക്ക് എവിടെ നിന്നാണോ ബാളെത്തുന്നത് ആ വഴി അടയ്ക്കുക. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് റോഡ്രി മിഡ്ഫീൽഡിൽ കളിച്ചത്. ആ മിഡ്ഫീൽഡിൽ ശരിക്കും കേണൽ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന റോഡ്രി തന്നെയാണ് ഗോൾഡൻ ബോളിന്, ആ ഒറ്റ കളി കൊണ്ട് തന്നെ വേണമെങ്കിൽ റോഡ്രി ഗോൾഡൻ ബോളിന് അവകാശിയുമായി. ഇവിടെ അർജൻറ്റീനയ്ക്ക് എവിടെ പിഴച്ചു എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ അർജൻറ്റീന കളിക്കുന്ന രീതി ഒന്ന് മാറ്റി അവർ പതുക്കെ മെല്ലെ തുടങ്ങാനുള്ള ഒരു രീതിയാണ് അവലംബിച്ചത്. അവിടെ ഒരുപക്ഷെ അവർക്ക് തെറ്റ് പറ്റിയോ എന്നൊരു ചെറിയ സംശയം. മാത്രമല്ല, മെസ്സിക്ക് ബോൾ ത്രൂവായിട്ട് നൽകാൻ ഒരിക്കലും സ്പെയിൻ അനുവദിച്ചില്ല. ഇടയ്ക്ക് ഇടപെടൽ നടന്നുകൊണ്ടേയിരുന്നു. സ്പെയിനിൻ്റെ മധ്യനിര ഓൾമോയും ഫാബിയോ റൂയിസും യമാലിനെ പ്രത്യേകിച്ച് എടുത്ത് പറയണം. യമാൽ ഡിഫൻസ് മുതൽ ഇങ്ങേറ്റം അറ്റാക്ക് വരെ ഓടി നടന്ന് കളിക്കുന്ന കാഴ്ച. ആദ്യം യമാലാണ് വിറപ്പിച്ചത് തന്നെ. അവരുടെ ഫസ്റ്റ് ഷോട്ട് വരുന്നത് തന്നെ യമാലിൻ്റെ ഭാഗത്തു നിന്നാണ് ആ ഗോൾ. അങ്ങനെ കളിച്ച ഒരു യമാൽ. അതുപോലെ മെസ്സിയെ കൃത്യമായി മാർക്ക് ചെയ്ത കുർക്കുറേല, അങ്ങനെയുള്ള കുറേ താരങ്ങൾ അവിടെ അണിനിരുന്നപ്പോൾ പോറോയെ ഞാൻ അതുപോലെ തന്നെ സൈമൺ എന്ന അധികായൻ കീപ്പർ ഭാഗത്തുണ്ട്. ഇവിടെ അത് നമ്മൾ നോക്കുമ്പോൾ മറുഭാഗത്ത് നമ്മൾ തീർച്ചയായും എമിലിയോ മാർട്ടിനസിൻ്റെ സേവ് 11 സേവുകളാണ് ഇന്നലെ അദ്ദേഹം നടത്തിയത്. ഒരു കാര്യം, എമിലിയോ പ്രായം നമ്മൾ മനസ്സിലാക്കണം. എമിലിയോയും ഏകദേശം പ്രായത്തിൻ്റെ പക്കത്തിൽ എത്തിക്കഴിഞ്ഞു. അല്ലെങ്കിൽ കളി ഒരുപക്ഷെ അവസാനത്തെ ലോകകപ്പ് ആവാൻ സാധ്യതയുള്ള ആളാണ്. അദ്ദേഹം ഇന്നലെ നടത്തിയ സേവുകൾ എണ്ണം പറഞ്ഞ 11 ഗോളുകളാണ് അദ്ദേഹം ഇന്നലെ സേവ് ചെയ്തതെന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ കളി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഏകപക്ഷീയമായ കളി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു ഗോൾഡൻ ഗ്ലൗ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു തീർച്ചയായിട്ടും അല്ലേ. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു എണ്ണപ്പെട്ട ഒരു ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് ഇന്ന് ലോകത്തിൽ. അതുതന്നെ എമിലിയോ സാൻഡസിനെ അവർ തീർച്ചയായും ഈ കാവലിന് ഏൽപ്പിച്ചത്. മാത്രമല്ല മറ്റ് 3 ആൾക്കാരും മികച്ച ഗോൾ കീപ്പർമാരാണ്. എന്നിട്ട് പോലും എമിലിയോ എടുത്തത് അത് തന്നെയാണ്. എമിലിയോ ഇന്നലെ അത് അക്ഷരാർത്ഥത്തിൽ അത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇന്നലെ എവിടെയാണ് അർജൻറ്റീനയ്ക്ക് പിഴച്ചത് എന്ന് ചോദിച്ചാൽ അവരുടെ ഡിഫൻസ് ഇന്നലെ ഉലഞ്ഞുപോയി. അതിന് പ്രധാന കാരണം യമാലാണ്. ഒരു ഭാഗത്ത് യമാലിനെ പൂട്ടാനുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ മറുഭാഗം ഫ്രീ ആകുന്നു. മറുഭാഗത്ത് കൂടി കുർക്കുറേല അറ്റാക്ക്, ഡിഫൻസിൽ നിന്ന് പന്ത് കൊണ്ടുവന്ന് അറ്റാക്ക് നടത്തുന്നു. അങ്ങനെയുള്ള ഒരു അവിടെ അതുപോലെ തന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഡിഫൻഡറായിട്ട് വരെ അവൻ ഓടി വരുന്നു. തീർച്ചയായിട്ടും ഡിഫൻഡറാണ് അദ്ദേഹം. അറ്റാക്ക് ചെയ്ത് കളിക്കുന്നു. പുയർ സബാൽ ഇന്നലെ മറുഭാഗത്ത് നന്നായിട്ട് കളിച്ചു. അതുപോലെ തന്നെ പകരക്കാരനായി വന്ന ടോറസ്, അദ്ദേഹത്തിൻ്റെ എടുത്തു പറയാനില്ല. അദ്ദേഹം വന്നുടനെ തന്നെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നു, ഒരു ഹെഡർ അറ്റംപ്റ്റ് നടത്തുന്നു. അത് മനോഹരമായി എമിലിയോ സേവ് ചെയ്യുന്നു. അതിനുശേഷം ആണ് കളി മുഴുവൻ സമയം ആരും സ്കോർ ചെയ്യുന്നില്ല. എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതിയും ആരും സ്കോർ ചെയ്യുന്നില്ല. ആ സമയം വരെ അർജൻറ്റീനയ്ക്ക് ഒരു ഗോൾമുഖം അറ്റാക്ക് നടത്താൻ പോലും കഴിഞ്ഞില്ല എന്നുള്ള ഖേദകരമായ. ആദ്യത്തെ 15 മിനിറ്റ് പോലും അവരുടെ ഗ്രാഫ് എഴുതി കാണിക്കുന്നുണ്ട്. 63% ബോൾ കൈവച്ച് കളിച്ചത്. അല്ല, കളി തീരുമ്പോഴും അങ്ങനെ തന്നെ. കളി തീരുമ്പോൾ 68% ബോൾ പൊസഷൻ സ്പെയിനിനാണ്.
അല്ല, സ്പെയിനിൻ്റെ എല്ലാ കളിയും അങ്ങനെയായിരിക്കും. സ്പെയിൻ സാധാരണ നന്നായിട്ട് ബോൾ പൊസസ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണ്. കുറിയ പാസുകളോടുകൂടി വളരെ മനോഹരമായി ഈ ഫീൽഡ് അടക്കി വാഴുന്ന ഒരു കളിയാണ് സ്പെയിനിൻ്റെ തന്ത്രം. അതുതന്നെയാണ് ഇന്നലെയും പരീക്ഷിച്ചത്. അത് പരിപൂർണമായിട്ട് ഇന്നലെ സ്പെയിൻ വിജയിച്ചു. നമുക്ക് അതിലേക്ക് തന്നെ വരാം. നമുക്ക് അവരുടെ ഇന്നലത്തെ ഒരു ആവേശം, നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക ആരാധകരുള്ള ടീമാണല്ലോ അർജൻറ്റീന ആരാധകർക്ക് എന്ത് പറ്റി, അല്ലെങ്കിൽ സ്പെയിനെ അനുകൂലിക്കുന്നവർക്ക് ഉണ്ടായ ആ സന്തോഷം എന്തായാലും ഒന്ന് പങ്കുവയ്ക്കാം.